ഇത് പൊള്ളാച്ചിക്കടുത്ത് തുമ്മമ്പടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിലാണ്. ഇവിടെ മിസ്റ്റർ ലാലിനെ കാണാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ. ഈ പടത്തിൻ്റെ പേര് ഉടയോൻ, അതാണ്. അപ്പം ലാലുവിനെ കണ്ട് നമ്മുടെ പേശും പടം എന്ന് പറഞ്ഞ പ്രോഗ്രാമിനെ പറ്റി സംസാരിക്കാൻ വന്നതാണ്. നിങ്ങൾക്ക് ലാലുവിനെ കാണണ്ടേ? ലാലുവിൻ്റെ വണ്ടി വന്നു. നമ്മൾ വെയിറ്റ് ചെയ്തത് വേസ്റ്റായില്ല കേട്ടോ. മോൻ കറക്റ്റായിട്ട് വന്നു. പറഞ്ഞ സമയം കീപ്പപ്പ് ചെയ്യുന്ന ആളാണ്. എഴുപത്തിയഞ്ച് വർഷത്തെ മലയാള സിനിമയെപ്പറ്റി ആധികാരികമായിട്ട് ഇപ്പോൾ പറയാൻ ലാലുവിന് പറ്റും. അല്ല, എനിക്കല്ല, അത് പറയാൻ പറ്റിയ ഒരാൾ സുകുമാരി ചേച്ചിയാണ്. അത് 75. അതെ, എന്ന് പറഞ്ഞാലല്ല, വളരെയധികം എത്രയാണ്ട് 10-2000 സിനിമയിൽ കൂടുതലും 55 വർഷത്തെ സിനിമ എക്സ്പീരിയൻസും എല്ലാ ഭാഷയിലുള്ള നടീനടന്മാരെയും സംവിധായകരെയൊക്കെ അറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ സുകുമാരി ചേച്ചി തന്നെയാണ് അത് ചെയ്യേണ്ടത്. എന്തായാലും ഈ പേശും പടം എന്നുള്ള സുകുമാരി ചേച്ചി അതിൻ്റെ സാരഥിയായിട്ട് കൊണ്ടുപോകുന്ന ഈ പേശും പടം എന്നുള്ള പ്രോഗ്രാമിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ സമയം വരുമ്പോൾ ചേച്ചി വരൂ, നമുക്ക് കൂടുതൽ സംസാരിക്കാനും പറ്റും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒറ്റപ്പാലം. ഈ മനയിൽ ഞാൻ തന്നെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് പടങ്ങൾ. ഇപ്പം ഞങ്ങൾ ഈ മനയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ പല ആർട്ടിസ്റ്റും ഉണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ മുമ്പ് പക്ഷിരാജ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ കോയമ്പത്തൂരിലൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഒരു വലിയ സ്റ്റുഡിയോ ആയിരുന്നു അന്ന്. സേലം മോഡേൺ തിയേറ്റേഴ്സ്, പക്ഷിരാജ സ്റ്റുഡിയോ, ഇങ്ങനെ 2 സ്റ്റുഡിയോ ആണ് ഉണ്ടായിരുന്നത്. അവിടെ തസ്കര വീരൻ, അതായത് 6 ഭാഷയിലെടുത്ത ഒരു പടമാണ്. മലൈക്കള്ളൻ എന്ന് പറഞ്ഞിട്ട് തമിഴിലെടുത്തു. അതിൻ്റെ എല്ലാ ലാംഗ്വേജസ്, ഹിന്ദി, തെലുങ്ക്, മലയാളം, അങ്ങനെ എല്ലാം എടുക്കുമ്പോഴത്തേക്ക് അതിൽ രാഗിണിയക്കനും സത്യ മാസ്റ്ററുമാണ് അഭിനയിച്ചത്. അപ്പോൾ ഞാൻ രാഗിണിയക്കൻ്റെ കൂടെ ഷൂട്ടിങ്ങിനൊക്കെ പോകും. തനിച്ച് പോകുന്ന പരിപാടി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കൂടെ പോകുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം കൂടെ പോകുമ്പോഴത്തേക്കാണ് അതിൽ കൊട്ടാരക്കര ചേട്ടൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാനുള്ള സ്ത്രീ വന്നില്ല. അവർ ഒരു തെലുങ്ക് ആർട്ടിസ്റ്റിനെയാണ് ബുക്ക് ചെയ്തിരുന്നത്, പക്ഷെ അവർ വന്നില്ല. അപ്പം നോക്കിയപ്പം ഒരു ദിവസം വന്നില്ല, അടുത്ത ദിവസവും വന്നില്ല. അപ്പം ഷൂട്ടിംഗ് എടുക്കണം, കൊട്ടാരക്കര ചേട്ടന് പോകണം, അങ്ങനത്തെ ഒരു ചുറ്റുപാടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ശരി സുകുമാരി ഉണ്ടല്ലോ, സുകുമാരിയെ വേഷം കെട്ടാൻ പറയാം. അപ്പോൾ പറഞ്ഞു, കൊട്ടാരക്കര ചേട്ടൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ ഒന്നാമത് പ്രായം പോരാ, സൈസും ഇല്ല, ഒന്നുമില്ല. അപ്പം ശ്രീരാമുലു നായിഡു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പ്രൊഡ്യൂസർ, ഡയറക്ടർ എല്ലാം അദ്ദേഹമാണ്. പറഞ്ഞു സുകുമാരിയെ വേഷം കെട്ടാൻ പറയാം. അപ്പോൾ അടിയിൽ പാവാടയൊക്കെ കൊടുത്ത് സാരിയൊക്കെ കൊടുത്ത് ഒരു വലിയ സ്ത്രീയെ പോലെ ആക്കി വേഷം കിട്ടി. ആദ്യത്തെ ഷോട്ട് എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, കൊട്ടാരക്കര ചേട്ടൻ ഈ ഭാര്യയുടെ കഴുത്തിൽ പിടിച്ച് ഇങ്ങനെ ഞെക്കിയിട്ട് പറഞ്ഞു, എന്തോ ഒരു രഹസ്യം, അത് വെളിയിൽ പറഞ്ഞാൽ നിന്നെ കൊന്നു കളയെന്ന് പറഞ്ഞു. അതിലിങ്ങനെ പിടിച്ച് അമ്മക്കണമായിരുന്നു. സത്യത്തിൽ പറഞ്ഞാൽ ആ ഷോട്ട് എടുത്തതോടുകൂടി ഈ കൊട്ടാരക്കര ചേട്ടനെ കണ്ട എനിക്ക് പേടിയാണ്. ആ പേടി മാറാൻ ഒരുപാട് ദിവസങ്ങളായി. എന്നാലും ഇദ്ദേഹം ഇങ്ങനെ വില്ലനായിട്ടൊക്കെ അഭിനയിക്കുന്ന കണ്ട് ഒരുപാട് പേടിച്ചവർ. അങ്ങനെ പല ഓർമ്മകളുണ്ട്. ആ കൊട്ടാരക്കര ചേട്ടൻ്റെ മകൻ്റെ കൂടെ ഇപ്പോൾ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. ഇന്ന് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിരുന്നു അല്ലേ? എന്തായിരുന്നാലും ഇനി ഒരാളെ കൂടെ കണ്ടാലേ എല്ലാവരും ഹാപ്പി ആവുള്ളൂ. അദ്ദേഹത്തിനെ നമുക്ക് പോയി കാണാമോ? പേശും പടം മലയാള സിനിമയുടെ 75 വർഷം എന്നുള്ള പരിപാടി ചെയ്യുന്നത് മലയാള സിനിമയിൽ ഏകദേശം 50 വർഷം. എത്ര വർഷം ചേച്ചി? 55 വർഷം മലയാള സിനിമയുടെ ചരിത്രത്തിനൊപ്പം നടന്നുപോയ പത്മശ്രീ സുകുമാരിയാണ് അവതരിപ്പിക്കുന്നത്. ഇത് സത്യസന്ധമായ ഒരു ചരിത്ര വിവരണമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുകുമാരി ചേച്ചി ഞാൻ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾക്കും വിശ്വസിക്കാം. വെൽക്കം ബാക്ക് ടു പേശും പടം. സിനിമാ വിശേഷങ്ങളുമായി നിങ്ങളുടെ ചേച്ചി നിങ്ങളുടെ മുന്നിൽ. അമൃത ടിവിക്ക് വേണ്ടി സുകുമാരി പേശും പടം എന്ന ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നു എന്നറിയുന്നതിൽ, അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം 75 വർഷത്തെ സിനിമ, അതാണല്ലോ സബ്ജക്റ്റ്. ഈ 75 വർഷത്തെ സിനിമയെക്കുറിച്ച് അതിൽ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ തരാൻ സാധിക്കുന്ന അപൂർവം ചില വ്യക്തികളിൽ ഒരാളാണ്. അപൂർവം ചില വ്യക്തികളിൽ നിന്ന് തന്നെ പറയാനുണ്ടെന്ന് എനിക്ക് സംശയമാണ് സുകുമാരി. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ വന്ന ആളാണ്. എന്നെക്കാളും പ്രായം കുറവാണ് സുകുമാരിക്കെങ്കിലും.
കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സിനിമയിൽ വന്നിട്ട് കഴിഞ്ഞൊരു 55 വർഷത്തെ അനുഭവമുണ്ട്. ഈ 55 വർഷത്തെ മുമ്പുള്ള 20 വർഷത്തെ ഈ അനുഭവം വലുതായിട്ട് ആർക്കും ഉണ്ടാവില്ല, കാരണം വളരെ കുറച്ച് പടങ്ങളെ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും അതോറിറ്റേറ്റീവായിട്ട് പറയാൻ സാധിക്കുന്ന മറ്റൊരു ആൾ മലയാള സിനിമയിലില്ല. ഈ വർക്ക്, ഈ മഹത്തായ ഈ ജോലി സുകുമാരിയെ തന്നെ ഏൽപ്പിക്കാൻ തോന്നിയ ബുദ്ധി ആരുടേതായിരുന്നാലും അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതൊരു നല്ല പരിപാടിയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആകും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഈ കുതിര മത്സരം കണ്ട് നിങ്ങൾ അതിശയിക്കണ്ട. കുതിര മത്സരവും നമ്മുടെ സിനിമയുമായി അടുത്ത ബന്ധമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ദാറ്റ് ഈസ് 1877, കാലിഫോർണിയയിലെ ഗവർണറും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടുമായി ഒരു ചെറിയ തർക്കമുണ്ടായി. വിഷയം കുതിരകൾ ഓടുമ്പോൾ അവയുടെ കാലുകൾ 4 തറയിൽ തൊടുമോ ഇല്ലയോ എന്നുള്ളതാണ്. തർക്കം മൂത്തപ്പോൾ അവർ മേബ്രിഡ്ജ് എന്ന ഫോട്ടോഗ്രാഫറിനെ വിളിച്ച് കുതിര മത്സരത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ പറഞ്ഞു. മേബ്രിഡ്ജ് 24 ക്യാമറ ട്രാക്കിൻ്റെ 2 സൈഡിലുമായിട്ട് സെറ്റ് ചെയ്തു. വളരെ തിന്നായിട്ടോ കമ്പികൾ ട്രാക്കിൻ്റെ കുറുക്കെ കെട്ടിയിട്ട് ക്യാമറയുമായി ബന്ധിപ്പിച്ചു. കുതിരകളുടെ കാലുകൾ കമ്പിയിൽ തട്ടുമ്പോൾ അത് പൊട്ടി 24 ക്യാമറയും 1 by 1 ആയിട്ട് ക്ലിക്കാവും. ഈ ഫോട്ടോകൾ വെച്ച് മേബ്രിഡ്ജ് മറ്റൊരു കണ്ടുപിടുത്തം നടത്തുകയായിരുന്നു. ഈ എടുത്ത ഫോട്ടോസ് വേഗത്തിൽ മറിച്ച് നോക്കുമ്പോൾ കുതിരകൾ ചലിക്കുന്നത് പോലെ തോന്നും. പേഴ്സിസ്റ്റൻ്റ് ഓഫ് വിഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും, എനിക്കും അറിഞ്ഞൂടാ. ഇതാണ് സിനിമയുടെ അടിസ്ഥാന തത്വം. അന്ന് സ്റ്റിൽ ക്യാമറ മാത്രമേ ഉള്ളൂ. നമ്മുടെ തിയേറ്ററുകളിൽ ഫിലിം ഓടുമ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. അന്നൊക്കെ ഷൂട്ടിങ് മലയാളം സിനിമ മുഴുവനും മദ്രാസിലായിരുന്നു. മുഴുവനും എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദയ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, മെരിലാൻഡ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അതല്ലാതെ ബാക്കി എല്ലാ പടവും മോസ്റ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് എല്ലാവരും മദ്രാസിലായിരുന്നു താമസിക്കുന്നത്. സ്വന്തം വീടില്ലെങ്കിലും സ്വാമീസ് ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ടായിരുന്നു, അവിടെയായിരുന്നു താമസം, അവിടെയാണ് ഷൂട്ടിങ്. അന്ന് എനിക്ക് ഓർമ്മയുള്ളത് അമ്മ എന്ന് പറഞ്ഞ പടം, അത് വാഹിനി സ്റ്റുഡിയോ. അന്ന് വാഹിനി സ്റ്റുഡിയോയിൽ വേറെ ഒരു മലയാള പടത്തിനും സെറ്റ് കൊടുക്കില്ല. എന്തെന്ന് വെച്ചാൽ 500 രൂപ. അത് ആദ്യമായിട്ട് മലയാള പടം അവിടെ ഷൂട്ട് ചെയ്യുന്നത് അസോസിയേറ്റ് പ്രൊഡക്ഷൻസ് വാസു സാറാണ്. അദ്ദേഹത്തിൻ്റെ ആ കമ്പനിക്ക് മാത്രമേ ഉള്ളൂ അവിടെ നാഗിരെഡ്ഡി ഒരു ഫ്ലോർ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ വാഹിനി സ്റ്റുഡിയോ കാണുന്നത്. വെച്ചാൽ അന്ന് വാഹിനി സ്റ്റുഡിയോ പോകണമെന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമാണ്. വലിയ സ്റ്റുഡിയോ ആണ്, ഒരുപാട് ഫ്ലോറുണ്ട്. അവിടെ പോയി നിന്ന് കാണാൻ തന്നെ കുറേ ഉണ്ട്. അല്ലാതെ സാധാരണ മലയാള പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ന്യൂട്രോൺ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ആണ്. സ്ഥിരം മലയാള പടം അവിടെ തന്നെയാണ്. അതും മിക്കവാറും 10 to 5 നൈറ്റ്. ഇത് നൈറ്റ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ 300 രൂപയേ ഉള്ളൂ. അതാണ് അവിടുത്തെ ഒരു വലിയൊരു അട്രാക്ഷൻ. അതുകൊണ്ട് അതാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ശ്യാമള സ്റ്റുഡിയോ, ഗോൾഡൻ സ്റ്റുഡിയോ, ഇങ്ങനെ 2-3 സ്റ്റുഡിയോ ഇതേ ഉള്ളൂ മലയാള പടത്തിന് ഷൂട്ടിങ്ങിന് സ്ഥലം തരുന്നത്. അന്ന് ഈ വാഹിനി സ്റ്റുഡിയോ എന്ന് പറയുന്നത് അമ്മ ഷൂട്ടിങ്, അസോസിയേറ്റ് പ്രൊഡക്ഷൻ വാസു സാറ്, ഇതൊക്കെ ഒരു വലിയ ഭ്രമമായിരുന്നു ഞങ്ങൾക്ക്.